വയനാടൊരു പരമ്പരാഗത സീറ്റല്ല. തിരുവനന്തപുരം ഞങ്ങൾ പലവട്ടം ജയിച്ച സീറ്റാണ്. ഞങ്ങളുടെ തോൽവികൾ എവിടെ ഉണ്ടായാലും തോൽവിയാണ്. ആ തോൽവിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗൗരവമായിട്ട് കാണും, അതിൻ്റെ പാഠങ്ങൾ പഠിക്കും, തിരുത്താൻ ശ്രമിക്കും. ഇവിടെയും അത് ബാധകമാണ്. LDF ഞങ്ങളാരും ഇതേവരെ സീറ്റുകൾ വെച്ച് മാറുന്ന കാര്യം ചർച്ചയ്ക്കെടുത്തിട്ടില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വെച്ച് എന്താണ് നിലപാട്? ഞാനത് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം, വയനാട്ടിലും മത്സരിക്കാം. പക്ഷേ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട ഗൗരവമേറിയ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയേണ്ടതുണ്ട്. അതിൽ ഗൗരവമുള്ള പാർട്ടിയാണെങ്കിൽ. ഒന്നാമത്തെ ചോദ്യം, ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട യുദ്ധക്കളം ഏതാണ്? ഭൂരിപക്ഷ MP-മാരെയും പറഞ്ഞയക്കുന്ന ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ്, ഹൃദയഭൂമി എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യയാണോ, അതോ 20 MP-മാരെ മാത്രം അയക്കാൻ കഴിയുന്ന തെക്കേക്കോടിലെ ഈ കേരളമാണോ? ഒറ്റ BJP MP പോലും ജയിക്കില്ല എന്നുറപ്പുള്ള കേരളമാണോ ഈ യുദ്ധക്കളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് കോൺഗ്രസ് തീരുമാനിക്കണം. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബുദ്ധിയുടെ പ്രശ്നമാണ്. പൊളിറ്റിക്കൽ വിസ്ഡം എന്നൊന്നുണ്ട്, ഒരു പാർട്ടിക്കും ഉണ്ടാകണം. ആ പൊളിറ്റിക്കൽ വിസ്ഡം കോൺഗ്രസ് പാർട്ടിക്ക് എത്രമാത്രം ഉണ്ട് എന്ന കാര്യം ഇന്ത്യ നോക്കുന്നുണ്ട്. അവിടെയാണ് ഈ ചോദ്യം റിലവൻ്റ് ആകുന്നത്, പ്രസക്തമാകുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ വലിയ സമരത്തിൽ ഇതൊരു നിർണായകമായ രാഷ്ട്രീയ പോരാട്ടമാണ്. ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി ആരാണ്? ഫാസിസ്റ്റായ RSS നയിക്കുന്ന BJP ആണോ അവരുടെ മുഖ്യ എതിരാളി, അതോ ലെഫ്റ്റാണോ, ഇടതുപക്ഷമാണോ? ആ ചോദ്യത്തിന് ഉത്തരം പറയണം കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ നയപ്രഖ്യാപനം നോക്കുമ്പോൾ, ഇന്ത്യ സഖ്യത്തിലെ ചർച്ചകൾ ചെയ്ത് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി BJP ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ BJP മത്സരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും നിൽക്കാനുള്ള ഇത് കാണിക്കാതെ തെക്കോട്ട് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ ഓടിച്ചു വിട്ടാൽ എന്ത് സന്ദേശമാണ് കൈമാറുന്നത്? BJPയോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ കോൺഗ്രസിൻ്റെ മുഖമായ രാഹുൽ ഗാന്ധി സജ്ജമല്ല എന്ന് ഒരു മെസ്സേജ് കൊടുക്കുന്നത് ഗുണകരമാണോ? കഴിഞ്ഞ തവണ അത് ചെയ്തപ്പോൾ അമേത്തിയിൽ കൂളായി കോൺഗ്രസ് തോറ്റു. അതാണ് കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റ്. അവിടെ കോൺഗ്രസ് തോറ്റുപോയി. ഇതായിരുന്നു പ്രചരണം BJPയുടെ. നിൽക്കാൻ ധൈര്യമില്ല, നോർത്ത് ഇന്ത്യയിൽ എവിടെയും നിൽക്കാൻ ധൈര്യമില്ല കോൺഗ്രസ് പാർട്ടിക്ക്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തെക്കോട്ട് ഓടിപ്പോയത് എന്നായിരുന്നു പ്രചരണം BJPയുടെ. അത് വിലപ്പോയി. അതിൻ്റെ വല്ല പാഠവും കോൺഗ്രസ് പഠിച്ചിട്ടുണ്ടോ? അത് തീരുമാനിക്കണം ഞങ്ങളല്ല. ഞങ്ങൾക്ക് തീരെ സംശയമില്ല. രാഹുൽ ഗാന്ധി അല്ല, ആര് തന്നെ വന്നാലും UDF സ്ഥാനാർത്ഥി ആരായാലും LDF വയനാട്ടിൽ മത്സരിക്കും. CPI സ്ഥാനാർത്ഥി അരിവാളും കതിരിലും അവിടെ മത്സരിക്കും. ആ സ്ഥാനാർത്ഥി എല്ലാ വിധേനയും പരോക്ഷമായിട്ട് BJP സഹായിക്കുന്ന UDFനെ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ മാർഗവും നോക്കും. നീതിപൂർവകമായ രാഷ്ട്രീയമായ എല്ലാ മാർഗവും നോക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.